ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ റഅദാണ് നമ്മൾ വായിച്ചിരുന്നത്. അതിൻ്റെ പേര് വരാൻ കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ രണ്ടായത്തുകളാണ് നമ്മൾ വായിച്ചത്, അല്ലെ? രണ്ടായത്തുകൾ വായിച്ചു. അവിടെ അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തിയത്. അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ എന്ന് തുടങ്ങി ആരാണ് അള്ളാഹു, അഥവാ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമാണ് വായിക്കുന്നത്, പഠിക്കുന്നത്. ആ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ അള്ളാഹു ആരാണ്, അവൻ്റെ മഹത്വം, അവൻ്റെ കഴിവ്, ഇതൊക്കെ അറിയിക്കുന്ന വചനങ്ങളാണ്. ഇനി അതിന്റെ തുടർച്ച മൂന്നും അത് തന്നെയാണ്. വഹുവല്ലദീ മദ്ദൽ അർള വജഅല ഫീഹാ റവാസിയ വഅൻഹാറ വമിൻ കുല്ലി സമറാത്ത് ജഅല ഫീഹാ സൗജൈനി ഇസ്നൈനി യുഗ്ശിൽ ലൈല അൻ-നഹാറ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. വഹുവ, അവനാണ്. ആര്? അള്ളാഹു. ഈ പരിശുദ്ധ ഖുർആൻ ആരുടെ കലാമാണോ അവൻ. അപ്പം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം എന്താണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ടാണ് അതിനെ സമീപിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവാണ് മദ്ദൽ അർള, ഭൂമിയെ വിശാലമാക്കിയവൻ. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി അല്ലെങ്കിൽ വിശാലമാക്കി എന്നൊക്കെയാണ് അർത്ഥം. മദ്ദ, അവൻ വിശാലമാക്കിയിട്ടുണ്ട്. അൽ അർള, ഭൂമിയെ. വജഅല ഫീഹ, വജഅല, അവൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അവൻ സൃഷ്ടിച്ചു, അവൻ നിശ്ചയിച്ചു. ഫീഹ, അതിൽ, ആ ഭൂമിയിൽ. റവാസിയ, ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ. റവാസിയ, റാസിയത്ത് അതിന്റെ ബഹുവചനായിട്ടാണ് റവാസി വന്നിട്ടുള്ളത്. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെ അതിൽ ഉണ്ടാക്കുകയും ചെയ്തു. വ അൻഹാറൻ, നദികളെയും അവൻ ആ ഭൂമിയിൽ ഉണ്ടാക്കി. വ അൻഹാറൻ, നദികളെയും അവൻ ഭൂമിയിൽ സംവിധാനിച്ചു. വമിൻ കുല്ലി സമറാത്ത്, എല്ലാവിധ പഴവർഗ്ഗങ്ങളിൽ നിന്നും. വമിൻ കുല്ലി സമറാത്ത്, സമറാത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ, എല്ലാവിധ ഫലവർഗങ്ങളെയും അവൻ ഉണ്ടാക്കി. ജഅല ഫീഹ, അതിൽ അവൻ ഉണ്ടാക്കി, ആ പഴവർഗങ്ങളിൽ അവൻ ഉണ്ടാക്കി. സൗജൈനി ഇസ്നൈനി, രണ്ടു ഇണകളെ. സൗജൈനി, ഇണകൾ. ഇസ്നൈനി, രണ്ടു ഇണകളെ ആ പഴവർഗങ്ങളിലെല്ലാം അവൻ ഉണ്ടാക്കുകയും ചെയ്തു. യുഗ്ശി അല്ലൈല, രാവു കൊണ്ട് അവൻ മൂടുന്നു. യുഗ്ശി, മൂടുന്നു. അല്ലൈല, രാവ്. അന്നഹാറ, പകലിന് എന്ത് ചെയ്യുന്നു? മൂടുന്നു. യുഗ്ശി അല്ലൈല അന്നഹാർ. ഇന്ന ഫീ ദാലിക, വശിയ എന്ന് പറഞ്ഞാൽ മൂടി എന്നാണ്. യുഗ്ശി അല്ലൈല അന്നഹാർ, രാവ് പകലിനെ മൂടുന്നു. ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും അതിലുണ്ട്. ലആയാത്തിൻ, തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, സമൂഹത്തിന്. ലിഖൗമിൻ, സമൂഹത്തിന്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹത്തിന് തീർച്ചയായും അതിലെന്തുണ്ട്? ആയത്തുകളുണ്ട്, തെളിവുകളുണ്ട്. ഒരായത്തും കൂടി വായിച്ചു നോക്കാം നമുക്ക്. വഫിൽ അർളി ഖിതഉം മുതജാബിറാത്ത് وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. وفي الأرض, ഭൂമിയിലുണ്ട്. വഫിൽ അർളി, ഭൂമിയിലുണ്ട്. ഖിതഉൻ, ഭാഗങ്ങളുണ്ട്. ഖിതഉ, ഭാഗങ്ങൾ, കഷ്ണങ്ങൾ. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഖണ്ഡം,
അല്ലെ? മേലെ കണ്ടം താഴെ കണ്ടം എന്നാണല്ലോ പറയാറുള്ളത്. ആ കണ്ടം അതാണ് ഖിത്താഉൻ. എങ്ങനെയുള്ള ഭാഗങ്ങളാണുള്ളത്? മുത്തജാവിറാത്തുൻ, അടുത്തു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. മുത്തജാവിറാത്ത്, അടുത്ത് കിടക്കുന്ന കഷ്ണങ്ങൾ, ഭാഗങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത ഇനങ്ങളായിരിക്കും. അത് വിശദീകരിക്കുമ്പോൾ നമ്മൾക്ക് പറയാം. ഒന്ന് കറുത്ത മണ്ണാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ എന്തുണ്ടാകും? ചുവന്ന മണ്ണുണ്ടായിരിക്കും. ചിലപ്പോൾ പൂഴിയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ചരൽ പ്രദേശം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ മുത്തജാവിറാത്തുൻ, അടുത്തു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്. വജന്നാത്തുൻ, തോട്ടങ്ങളുണ്ട്. ജന്നത്ത്, ജന്നാത്ത്, തോട്ടങ്ങള്. മിൻ അഗ്നാബിൻ, മുന്തിരിയുടെ തോട്ടങ്ങളുണ്ട്. വസറുൻ, വേറെ കൃഷിയുണ്ട്. വനഖീലുൻ, അതുപോലെ തന്നെ ഈത്തപ്പനകളുണ്ട്. സിൻവാനും, ഇണപ്പുള്ള അല്ലെങ്കിൽ ചനപ്പുള്ള. ഒരു മുരടിൽ നിന്ന് തന്നെ വീണ്ടും വേറൊരു മരം മുളച്ചു വരുന്നതിനാണ് എന്ത് പറയാ? സിൻവാനി എന്ന് പറയാം. എന്നാൽ ഇണപ്പില്ലാത്തവയുമുണ്ട്. അഥവാ ഒറ്റത്തടിയിൽ നിൽക്കുന്ന ഈ തപ്പനകളുമുണ്ട്. ഒരു തടിയിൽ നിന്ന് വീണ്ടും ഇണപ്പുണ്ടായി ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവുന്ന ഈത്തപ്പനകളുമുണ്ട്. രണ്ട് തരങ്ങളുണ്ട്, സിൻവാന്, വൈറു സിൻവാൻ. ഇണപ്പുള്ളവയും ഇണപ്പില്ലാത്തവയും. യുസ്ഖാ, അത് നനക്കപ്പെടുന്നത്. യുസ്ഖാ, അത് നനക്കപ്പെടുന്നത് ബിമാഇൻ വാഹിദിൻ, ഒരൊറ്റ വെള്ളം കൊണ്ടാണ്. യുസ്ഖാ വേണമെങ്കിൽ അത് കുടിപ്പിക്കപ്പെടുന്നത് എന്നർത്ഥം പറയാം. ബിമാഇൻ വാഹിദിൻ, ഒരൊറ്റ വെള്ളം കൊണ്ടാണ്. വനുഫള്ളിലു, നാം മികവ് നൽകുന്നു. ബഅ്ളുഹ, അവയിൽ ചിലതിന്, അലാ ബഅ്ലിൻ, മറ്റു ചിലവയേക്കാൾ. വനുഫള്ളിലു, നാം മികവ് നൽകുന്നു, ശ്രേഷ്ഠത നൽകുന്നു. ബഅ്ളുഹ, ബഅ്ലഹ, അവയിൽ ചിലക്ക്, ആ പഴവർഗ്ഗങ്ങളിൽ ചിലവക്ക് നാം എന്ത് ചെയ്യുന്നു? മികവ് നൽകുന്നു. അലാ ബഅ്ലിൻ, മറ്റു ചിലതിനേക്കാൾ. എപ്പോഴ്? ഫിൽ ഉകുലി, അത് ഭക്ഷണ യോഗ്യമാകുന്നിടത്ത്, അല്ലെങ്കിൽ പോഷകങ്ങളിൽ എന്ന് പറയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഫിൽ ഉകുലി, അതിന്റെ പോഷകങ്ങളിൽ. ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും അതിലുമുണ്ട്, ലആയാത്തിൻ, തെളിവുകളുണ്ട്, ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്. ലിഖൗമിൻ, സമൂഹങ്ങൾക്ക്, യഅഖിലൂൻ, ചിന്തിക്കുന്ന സമൂഹങ്ങൾക്ക്. അപ്പൊ ആരാ അള്ളാഹു? അള്ളാഹുവിനെ നേരത്തെ പരിചയപ്പെടുത്തി തന്നു. അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിയാനാണ്, അഥവാ അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ അസാബും അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? അടുക്കാൻ സാധിക്കുക. അപ്പൊ അള്ളാഹ് എടുത്തു പറയാണ്, വഹുവല്ലദീ മദ്ദൽ അർള, ഭൂമിയെ വിശാലമാക്കി തന്നവൻ അവനാണ്. അപ്പൊ ഭൂമി വിശാലമാണ് അല്ലെ? ഭൂമിയെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് അത് സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട് അല്ലെ? എന്നാൽ അതോടൊപ്പം വേറൊന്നിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? വലയം വെക്കുന്നുണ്ട്. അപ്പൊ സ്വയം കറങ്ങിക്കൊണ്ട് വേറൊന്നിനെ വലയം വെക്കുക. ആലോചിച്ച് നോക്കിയാട്ടെ. സ്വയം നമ്മൾ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ അച്ചുതണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് കറങ്ങുന്നുണ്ട്. എന്നാൽ അത് സൂര്യൻ എന്ത് ചെയ്യുന്നു? വലയം വെക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ഭൂമിയിലാണ് നാം അധിവസിക്കുന്നത്. ആ ഭൂമിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അത് ഗോളാകൃതിയാണോ? ഗോളാകൃതിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ ഗോളാകൃതിയിലല്ല ഭൂമിയുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ മേശപ്പുറത്ത് കണ്ട ആ ഭൂഗോളം ഉണ്ടല്ലോ, പന്ത് പോലെ, ആ പന്ത് പോലെയല്ല യഥാർത്ഥത്തിൽ ഭൂമിയുടെ രൂപം. ഭൂമിയുടെ രൂപത്തിന് ശാസ്ത്രജ്ഞരൊക്കെ അതിന്റെ രൂപം പറഞ്ഞിട്ടുള്ളത് ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെ എന്നാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുട്ടയാണ് ഒട്ടകപ്പക്ഷിയുടേത് എന്നാ. അപ്പൊ അത് നടു അല്പം പരന്നിട്ടായിരിക്കും. സാധാ കോഴിമുട്ട പോലെയല്ല, നടു അല്പം പരന്നിട്ടായിരിക്കും. ഉദുഹിയത്ത് എന്നാണ് ഒട്ടകപ്പക്ഷിക്ക് പറയാറുള്ളത്. വൽ അർള ബഅദ ദാലിക ദഹാഹ എന്ന് ഖുർആനിൽ കാണാം. ഏതാ? നാസിയാത്താണോ?
ഏതിലാണ്? സൂറത്തു വൽ അർള ബഅദ ദാലിക ദഹാഹ, ഭൂമിയെ അതിനുശേഷം നാം ഉരുട്ടിപ്പരത്തി. ദഹ ഉദുഹിയത്ത് നിന്ന് വന്നതാ ദഹ എന്നുള്ള പ്രയോഗം. അപ്പൊ ആ ഭൂമിയെ നാം എന്ത് ചെയ്തു? വിശാലമാക്കി. അപ്പൊ വെറും ഗോളാകൃതിയല്ല, ഒരു ഫുട്ബോൾ പോലെ ഗോളാകൃതിയല്ല, അതിൽ നിന്ന് കുറച്ചും കൂടി വിശാലമാക്കിയിട്ടുണ്ട് അള്ളാഹു. മദ്ദൽ അർള, ഭൂമിയെ വിശാലമാക്കി. പോരാ, മറ്റൊന്ന് അള്ളാഹ് അവിടെ ചെയ്തിട്ടുള്ളത് എന്താണ്? വജഅല ഫീഹാ റവാസിയ, അതിൽ അള്ളാഹു ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെയും ഉണ്ടാക്കി. വജഅല ഫീഹാ റവാസിയ, ആ ഭൂമിയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളെയും അള്ളാഹു നിശ്ചയിച്ചു, ഉണ്ടാക്കി. എന്തിനാ പർവ്വതങ്ങളെ നിശ്ചയിച്ചത്? ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അന്തമീദബിക്കുന്ന, നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി ചെരിയാതിരിക്കാൻ വേണ്ടി. അന്തമീദബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ചെരിയാതിരിക്കാൻ വേണ്ടി പടച്ചവൻ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? പർവ്വതങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഭൂമിന്റെ അടിയിൽ എന്താണ്? വെള്ളാണ് അല്ലേ? എന്ത് വെള്ളാണ്? തിളച്ചുമറിയുന്ന ലാവയാണ് അല്ലേ? അപ്പോ മാൻഡിൽ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. ഭൂമി മാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അധിവസിക്കുന്ന ഈ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ, ഏറി വന്നാൽ ഈ അവസ്ഥ ഒരു 9 കിലോമീറ്റർ വരെ ഉണ്ടാവുന്ന, ചില ഏരിയയിൽ അത്രയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്കിപ്പോ ഇതിലെ ചെരുപ്പിടാതെ നടക്കാൻ ശീലിച്ച ആൾക്കൊക്കെ എന്ത് ചെയ്യാ? ചെരുപ്പിടാതെ നടക്കാം, നമുക്ക് കഴിഞ്ഞോളന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഈ അവസ്ഥ ഏറി വന്നാൽ 9 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ കോറും ഇന്നർ കോറും ആണ്. ഒരിക്കലും പിന്നെ ഔട്ടർ കോറിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റൂല. ആ രീതിയിലുള്ള പാറകളും മറ്റുമൊക്കെയാണ് അതിൻ്റെ ഉള്ളില്. ഇനി അതിന്റെ അടിയിലേക്ക് വന്നാലോ തിളച്ചു മറിയുന്ന ലാവയാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയാട്ടെ, തിളച്ചു മറിയുന്ന ലാവയിൽ ഇത്രയും വലിയൊരു സാധനം ഇങ്ങനെ നിൽക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ചെരിയാൻ സാധ്യതയുണ്ട് അല്ലേ? ചെറിയ തോണിയിൽ യാത്ര ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ യമഹ ഘടിപ്പിച്ച ചെറിയ തോണിയിൽ മറ്റേ കുറച്ച് വലുപ്പമുള്ള ബോട്ടായിട്ട് പോകുമ്പോ ആ ഓളം വരുമ്പോ ഇങ്ങനെ എന്ത് ചെയ്യും? അത് ചെരിയും. ചിലപ്പോ നമ്മളെ തല വള്ളത്ത് കുത്തിന്ന് വരും, ആ രീതിയിൽ ചെരിയും. അത് അതേ കാരണം അതങ്ങനെ ചെരിയാൻ അതിന് താഴേക്ക് എന്തില്ല. എന്നാ വലിയ കപ്പൽ അത്ര ചെരിയില്ല. കാരണം എന്താ? വലിയ കപ്പൽ മുകളിലോട്ട് എത്ര ഉണ്ടോ അത്ര തന്നെ താഴേക്കുണ്ടായിരിക്കും. അപ്പൊ ഈ കപ്പൽ പിന്നെ പടച്ചവൻ ഈ വലിയ മലകൾ, അതിൽ ഉറച്ചു നിൽക്കുന്ന മലകൾ ഉണ്ടാക്കിയെന്ന. അപ്പൊ മലകൾ ഉണ്ടാക്കിയിട്ടാ വെച്ചിട്ടുള്ളത്. വൽജിബാല ഔത്താദ, വത്തുത്, ആണി എന്നാണ് സാധാരണ നമ്മൾ അർത്ഥം പറയാറുള്ളത്. വത്തുത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. ആണി താഴേക്ക് അടിച്ചു താഴ്ത്തും. ഈ ആണി ഉരിയാൽ ഈ പലക കേൾക്കാൻ തുടങ്ങും. പക്ഷെ വത്തുത് എന്ന് പറയുമ്പോൾ എത്ര താഴേക്കുണ്ടോ അത്രയും മുകളിലേക്ക് ഉണ്ടാവും. അതിനാണ് വത്തുത് എന്ന് പറയാം. നമ്മളെ പഴയ ഓടിട്ട വീടുണ്ടാവും, ചൂഴിക അല്ലേ? ചുമരുമല് വെക്കണേന് ചൂഴിക എന്നാ പറയാ. എന്നിട്ട് മൂലക്കൗക്കോല് കൊണ്ടുപോയി ചൂഴികമ കൊടുക്കണോർത്തൊരു സാധനം ഉണ്ടാവും. ആശാര്യൻ കുച്ചി മേടിയിട്ടുണ്ടാവും. അത് താഴേക്കുള്ള അത്ര മുകൾക്കും ഉണ്ടാവും. ആപ്പ് എന്നാണ് അതിന് പറയാറുള്ളത്. അത് കേട്ട് തട്ടി ഉരിയാൽ ഇതിന്റെ അരും തൊട്ടൊക്കെ എന്ത് ചെയ്യും? വേറിടും. അപ്പൊ താഴേക്ക് എത്ര ഉണ്ടോ അത്രയും മുകളിലോട്ടുണ്ടായിരിക്കും ഇത് വത്തുത്. അപ്പൊ അതാണ് പർവ്വതങ്ങളുടെ സംവിധാനം എന്ന. പർവ്വതങ്ങള് കപ്പലിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഖുർആൻ കൽ അഅ്ലാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്താ കൽ അഅ്ലാം എന്ന് പറഞ്ഞാല്? പർവ്വതങ്ങളെ പോലെയുള്ള കപ്പൽ. അപ്പൊ അത് വലിയ കപ്പലാണ് എന്നതിനേക്കാൾ ഉപരി മുകളിലോട്ട് എത്ര ഉണ്ടോ കപ്പൽ അത്രയും എന്ത് ചെയ്തിട്ടുണ്ടാവും? താഴേക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മളെ പിന്നെ തുറമുഖമൊക്കെ ചാലോ. ഏതാ തുറമുഖം? വിഴിഞ്ഞം തുറമുഖം അല്ലെ? എന്താ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്താ? പോർട്ടിലേക്ക് എത്ര വലിയ കപ്പലും അടുപ്പിക്കാകുന്ന ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. മറ്റൊരെന്ത് വേണം? വലിയ കപ്പലൊക്കെ വരുമ്പോ എത്ര ഉയരത്തിലുണ്ടോ അത്രയും എന്തുണ്ടാവും? താഴേക്കുണ്ടാവും. അപ്പൊ പോർട്ടിലേക്ക് നേരെ അടുപ്പിക്കാൻ പറ്റൂല. ഉൾക്കടലിൽ നിർത്തി പിന്നെ വേറെ ചെറിയ കപ്പലുകളിലൂടെ എന്ത് ചെയ്യണം? അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നാ വിഴിഞ്ഞം അങ്ങനെയല്ല.
വിഴിഞ്ഞത്ത് വരുന്ന കപ്പല് എത്രയിലുള്ള കണ്ടെയ്നറൊക്കെ? ആയിരക്കണക്കിന് കണ്ടെയ്നർ ഇല്ലേ? ഇപ്പൊ കപ്പല് 2 ചെറിയ മുങ്ങൊക്കെ ചെയ്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? 600 കണ്ടെയ്നർ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ 1000-ലധികം വലിയ കണ്ടെയ്നർ പറഞ്ഞാൽ ഏകദേശം നമ്മളുടെ ഇതിലെ പോകുന്ന കണ്ടെയ്നർ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ വലിയ ലാറിയിൽ. അത്രയും വലുപ്പമുള്ള, വളരെ ഭാരമുള്ള, ആയിരക്കണക്കിന് ടൺ കണക്കിന് ഭാരമുള്ള, ആയിരക്കണക്കിന് കണ്ടെയ്നർ കയറ്റണമെങ്കിൽ ആ കപ്പലിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കും? ആലോചിച്ച് നോക്ക്. അപ്പൊ അത് താങ്ങി നിർത്തണമെങ്കിൽ, അപ്പൊ കപ്പൽ മറ്റൊരു ദൃഷ്ടാന്തമായി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ആ കപ്പൽ പോലെ, അപ്പൊ അത് ചെരിയാതിരിക്കാൻ സംവിധാനം ചെയ്തു. അതേപോലെ ഭൂമി നിങ്ങളെയും കൊണ്ട് ചെരിയാതിരിക്കാൻ അള്ളാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന്. പ്രവാസിയ ആ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോ ഞാന് കൊത്തിക്കളച്ച് കൃഷി ചെയ്ത് എനിക്ക് വേണ്ടതൊക്കെ പടുത്തുയർത്തുന്ന എത്ര നില വേണമെങ്കിലും എന്ത് ചെയ്യാം, പടുത്തുയർത്തല്ല. പൈലിങ് നടത്തിയിട്ട് ആ പാറയിൽ കൊണ്ടുപോയി ഫില്ലർ സ്ഥാപിച്ചിട്ട് നമ്മൾ മേൽപ്പാലൊക്കെ നിർമ്മിക്കുമ്പോ ആ മേൽപ്പാലത്തിലൂടെ പോണ ഭാരമുള്ള വാഹനങ്ങൾ എത്ര? ഒന്നിന് പിറകെ ഒന്നായി ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങളാണ് പോവുക. അത് കീഴ്പോട്ട് പോണില്ല. അപ്പൊ ഈ വെള്ളത്തിൽ നിൽക്കുന്ന ഈ ഭൂമിയെ, തിളച്ചു മറിയുന്ന ഈ ലാവയിൽ നിൽക്കുന്ന ഭൂമിയെ, സ്വയം സഞ്ചരിക്കുന്ന ഭൂമിയെ, അതോടൊപ്പം മറ്റൊന്നിനെ ചുറ്റുന്ന ഭൂമിയെ ആരാണ് ഈ വിധത്തിൽ നമുക്ക് പാകപ്പെടുത്തി തന്നത്? വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ലല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല. അത് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി അള്ളാ പടച്ചോനെ എന്ന് പറയാന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കാണ് അള്ളാഹുവിന്റെ മഹത്വം. ആ അള്ളാഹുവിന്റെ ഖുർആനാണ് കൂട്ടരത് അല്ലെ? ആദ്യത്തിൽ പറഞ്ഞ എന്താ? തിൽക ആയാത്തുൽ കിതാബ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ. ഇനി ഭൂമി എടുത്തു നോക്കും നിങ്ങൾ. ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ സൂറത്ത് ബഖറയില്, എങ്ങനെയാണ്? അല്ലദീ ജഅലൽ അർള ഫിറാശ എന്നാ പറഞ്ഞു. ഒരു വിരിപ്പ് പോലെ നിങ്ങൾക്ക് ഭൂമിയെ ഉപയോഗപ്പെടുത്താം. ഒരു വിരിപ്പ് വേണമെങ്കിൽ മടക്കി തൊക്കിൽ വെച്ച് കൊണ്ടുപോകല്ലേ, പുതക്കണമെങ്കിൽ പുതക്കാം അല്ലെ? ഇനി അതെല്ലാം മടക്കി തലേണാക്കുകയാണെങ്കിൽ ആക്കാം. ഒരു വിരിപ്പ് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഭൂമി ആലോചിച്ച് നോക്കിയാട്ടെ. ഇരുമ്പ് എവിടെയുള്ളത്? എവിടെയുള്ളത്? ഭൂമിയിലാണ്. ഇന്ധനം എവിടെയുള്ളത്? ഭൂമിയിലാണ്. സ്വർണ്ണം എവിടെയുള്ളത്? ഭൂമിയിലാണില്ല. വെട്ടല് എവിടെയുള്ളത്? ഭൂമിയിലാണ്. കരിമ്പാറ എവിടെയുള്ളത്? ഭൂമിയിലാണ്. എന്താ ആവശ്യമുള്ളതൊക്കെ കുഴിച്ചെടുത്തോളി. ആവശ്യമുള്ളതൊക്കെ കുഴിച്ചെടുക്കുക, ഒക്കെ ഭൂമിയിലുണ്ട്. എന്നാലോ ആവശ്യമില്ലാത്തതൊക്കെ എന്ത് ചെയ്യാം, കുഴിച്ചിടാം. ഇപ്പൊ ശുദ്ധജലം കോരിയെടുക്കുന്ന കിണർ ഒരു 5 മീറ്റർ ഇപ്പുറത്ത് ബാത്റൂമിന്റെ ടാങ്കും ഉണ്ട്. അത്രയേ ഉള്ളൂ. 5 സെന്റിൽ 5 മീറ്ററേ ഉള്ളൂ, അല്ലെങ്കിൽ 3 സെന്റിൽ. അപ്പൊ നോക്ക്, ശുദ്ധജലം വേണമെങ്കിൽ കോരിയെടുക്കാം, അതേ സമയത്ത് ആവശ്യമില്ലാത്തതൊക്കെ അടക്കം ചെയ്യാൻ പറ്റും ഭൂമിയിൽ നിന്ന്. ആന ചത്താലും കുഴിച്ചിടാം, ഒരു എലി ചത്താലും എന്ത് ചെയ്യാം, കുഴിച്ചിടാം. എന്നാൽ നമുക്ക് വേണ്ടതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ ആരാണ് ഈ ഭൂമിയെ ഈ വിധത്തിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ചു തന്നവൻ? അവനാണ് അല്ലാഹു. അപ്പൊ അള്ളാഹിനോട് എത്ര ശുക്ർ കാണിക്കണം. ആ അള്ളാഹുവിന്റെ കലാമിന് കെമിസ്ട്രിക്ക് കൊടുക്കണ പ്രാധാന്യം കൊടുത്താൽ മതിയോ? ബയോളജി കൊടുക്കണ പ്രാധാന്യം കൊടുത്താൽ മതിയോ? മാത്സിന് കൊടുത്താൽ മതിയോ? ഫിസിക്സിന് കൊടുത്താൽ മതിയോ? അതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്. കാരണം ഫുൾ A+ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വേണം. പക്ഷെ ശാശ്വതമായ ജീവിതത്തിൽ ഫുൾ A+ ഇട്ടണ്ടേ? ശാശ്വതമായ ജീവിതത്തിൽ ഫുൾ A+ ഇട്ടണ്ടേ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പരലോകത്തിലെത്തുമ്പോഴേ ഈ ജീവിതം ഒരു പരീക്ഷണമാണല്ലോ. അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, ഇതൊരു പരീക്ഷണമാണ്. അപ്പൊ ആ പരീക്ഷണത്തിൽ ഫുൾ A+ എത്ര ആൾ കിട്ടും? ആ ഫുൾ A+ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ, മനസ്സിലാക്കേണ്ട വിധത്തിൽ, മഹത്വപ്പെടുത്തേണ്ട വിധത്തിൽ മഹത്വപ്പെടുത്തി അറിഞ്ഞു മനസ്സിലാക്കി ആ അള്ളാഹുവിന്റെ കലാമായിട്ട് ബന്ധം വേണം. അപ്പൊ അള്ളാഹ് പറയാ, കൂട്ടരെ, ഭൂമിയെ നിങ്ങൾക്ക് വിശാലമാക്കി തന്നവൻ ആ റബ്ബാണ്. എങ്ങനെയും നിങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താം.
അത് ഇളകാതിരിക്കാൻ, നിങ്ങളെയും കൊണ്ട് ചെരിയാതിരിക്കാൻ അവിടെ വലിയ പർവ്വതങ്ങളെ സ്ഥാപിച്ചവനും അവനാണ്. പോരാ, വ അൻഹാറൻ, പുഴകളെയും സംവിധാനിച്ചവൻ അവൻ തന്നെയാണ് ഭൂമിയിൽ. അല്ലെ, എവിടുന്ന നമ്മളെ ചാലിയാർ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നത്? എവിടുന്നാ വരുന്നത്? ചാലിയാർ ഇങ്ങനെ എത്തുമ്പോഴേക്കും വലുതായി വരിക. എവിടുന്നാണ് വരുന്നത്? വയനാടിന്റെ ചൂരൽമല ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. കാരണം വയനാടിന്റെ ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ശവം എവിടെ ഉണ്ടായിരുന്നത്? ചാലിയാറിലാണ് ഉണ്ടായിരുന്നത്. എടവണ്ണയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വാഴക്കാട് നിന്ന് കിട്ടിയിട്ടുണ്ട്, കയ്യും കാലും ചില പ്രദേശങ്ങളിലൊക്കെ. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുന്ന ചെറിയ ഒരു ഒഴുക്ക്, നീരൊഴുക്ക് പിന്നീട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? വമ്പൻ പുഴയായി മാറുന്നു. അല്ലെ, അത് ഫറോക്ക് പോയാണ് ചേരുമ്പോഴേക്കും അതിന്റെ വിസ്താരം കാര്യങ്ങളൊക്കെ എടുത്തു നോക്ക്. അങ്ങനെയുള്ള 40-ലധികം നദികളുണ്ട്. ഇല്ലേ, 40-ലധികം നദികളുണ്ട് കേരളത്തിൽ. കൊച്ചു കേരളത്തിൽ ഒരു ചമ്പാണ്. ആ കേരളത്തിൽ 40-ലധികം നദികളുണ്ട്. ആലോചിച്ച് നോക്ക്. അപ്പൊ ആരാണോ ഈ നദികളെ സംവിധാനിച്ചു തന്നവൻ? അപ്പൊ ആ പുഴയിൽ നിന്ന് നല്ല മത്സ്യമൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് നമ്മള്. പോരാ, അതിലെ മണലായിരുന്നു അടുത്ത കാലം വരെ എന്തിനാ ഇത് ഉപയോഗിച്ചിരുന്നത്? അല്ലെ, ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു. ഇന്നും അത് ഉപയോഗിക്കുന്നു. അപ്പൊ ആരാണ് പുഴയെ സംവിധാനിച്ചു തന്നത് ഭൂമിയിൽ? അവനാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ പുഴയിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന മണലോണ്ട എന്റെ വീട് തേച്ചിട്ടുള്ളത് കടന്നുറങ്ങുമ്പോൾ ഓർമ്മ ഉണ്ടാകലുണ്ടോ അള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ച്? അള്ളാഹുവിന്റെ മഹത്വം, ആ മഹത്വമുடைய റബ്ബിന്റെ കലാമ്. അപ്പൊ അവനാണ് ആ പുഴകളെ ഒഴുക്കിയിട്ടുള്ളത്. പുഴയെ കുറിച്ചൊക്കെ സൂറത്തു ഫാത്തിറിലെ 13-ാമത്തെ വചനത്തിലെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2-ൽ നിന്നും ലഭ്യമാകുന്ന ലഹ്മൻ ത്വരിയ, കടലും പുഴയും അവിടെ എടുത്തു പറഞ്ഞിട്ട് 2-ൽ നിന്നും ലഭ്യമാകുന്ന ഫ്രഷ് മാംസം, ലഹ്മൻ ത്വരിയ. അല്ലെ, മീൻ ഇല്ലെങ്കിൽ എന്ന് മീൻ ഇല്ലേ? അല്ലെ, എവിടുന്ന അത് വരുന്നേ? കടലിലേക്ക് എന്താ നമ്മൾ കൊടുത്തത്? ആവശ്യമില്ലാത്ത മാലിന്യം ഒഴുക്കി വിട്ടു എന്നല്ലാതെ. അത് കടലവിടെ നിർത്തൂല, അത് പുറന്തള്ളു. പുഴയിലേക്ക് നമ്മൾ ഒഴുക്കിയാതാ. പക്ഷെ അതിൽ നിന്ന് ലഭ്യമാവുന്ന വിഭവങ്ങൾ എത്രയാ? വല്ലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ശരി, ആ വിഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്ന പുഴയെയും ഭൂമിയിൽ സംവിധാനിച്ചവൻ അവനാണ്. എല്ലാ പഴവർഗങ്ങളും, അല്ലെ, എല്ലാ പഴവർഗങ്ങളും ഉണ്ട്. അതിലെല്ലാം 2 വീതം ഇണകളെ നിശ്ചയിക്കുകയും ചെയ്തു. സൗജൈനി ഇസ്നൈനി, 2 തരം ഇണകൾ. എല്ലാ പഴങ്ങളും, നമ്മൾ കാണാത്ത പഴമുണ്ട് അല്ലെ, പണ്ട് ഉപയോഗിക്കാതിരുന്ന പഴങ്ങളൊക്കെ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? ബട്ടറൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് ആരെങ്കിലും ഉപയോഗിച്ചിരുന്നോ? ബട്ടർ ഒരു 10-15 കൊല്ലം മുമ്പ്. ബട്ടറൊക്കെ ഇപ്പൊ അടുത്ത കാലത്താണ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്? ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ പലതും. എത്ര പഴങ്ങളാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പല പഴവർഗ്ഗങ്ങൾ. അതൊക്കെ 2 ഇനണ്ട്. അതില് പച്ചണ്ട്, അതുപോലെ തന്നെ പഴുത്തതുണ്ട്, പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്. അതുപോലെ തന്നെ ഉണങ്ങിയതും കാണാം, ഉണങ്ങാത്തവയും കാണാം. ഇങ്ങനെ എടുത്തു നോക്കും നിങ്ങൾ. വ്യത്യസ്തം. ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇപ്പൊ കാര്യമായിട്ടില്ല എല്ലാവരും വളർത്തുന്നത്. അങ്ങനെ ഒരു ടയറൊക്കെ കൊണ്ടുവച്ചിട്ട് എന്താ അങ്ങനെ കണ്ട പണ്ടൊക്കെ അങ്ങാടിയിൽ കാണുമ്പോ എന്താ അത്ഭുതമായിരുന്നു. അലങ്കാരത്തുനിന്ന് വെക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ചിലതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഏതായാലും ഇപ്പൊ അത് ഒരു ഫ്രൂട്ട്സായി നമ്മളെ വീട്ടിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സംഗതികൾ എടുത്തു നോക്കൂ നിങ്ങൾ. വാഴപ്പഴം തന്നെ എടുത്തു നോക്കി എത്ര ഐറ്റം ഉണ്ട് അല്ലെ. ബാക്കിയും കൂടി വായിച്ചിട്ട് പറയാം നമ്മൾക്ക്. അവിടെ അതില് പിന്നെ ജന്നാത്തുകളെ കുറിച്ചാണ് പറയണ്ടല്ലോ. അപ്പൊ എല്ലാ പഴങ്ങളും, ഓറഞ്ച് തന്നെ എത്ര ഐറ്റം ഉണ്ട് ആലോചിച്ച് നോക്ക്. എന്നാൽ ഒരു പഴം കൊണ്ടുണ്ടാക്കുന്നത് മറ്റൊരു പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പഴം നിറവ് മൈസൂർ പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക?
പഴം നിറക്കുക പറഞ്ഞാല് മൈസൂർ പഴം കൊണ്ട് പഴം നിറക്കാൻ പറ്റുമോ? നിങ്ങളാ പറയേണ്ടത്. പറ്റൂലല്ലേ? അതിന് നേന്ത്രപ്പഴം തന്നെ വേണം അല്ലേ? കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ കുന്നമ്പഴം വേണം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം വേണം. മൈസൂർ പഴം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴം കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റുമോ? എന്നാൽ വേറൊരുപാട് ഐറ്റം അല്ലേ? കുന്നനുണ്ട്, തിരുനെല്ലുണ്ട്, ചെങ്കതളുണ്ട്, റോബസ്റ്റ് ഉണ്ട്, നേന്ത്ര ഉണ്ട്, മൈസൂർ ഉണ്ട്, പിന്നെ ഏതാണ്, പിന്നെ വെണ്ണീർ പൂവൻ വേറെ ഐറ്റം ഉണ്ട്. എത്ര ഐറ്റാണ്? ഒരു വള്ളം ഒരു വളമ. എല്ലാറ്റിനും നനക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു വള്ളാണ്, ഒരു വളമയാണ്. ഒരു ഭൂമിയിൽ നിന്നുണ്ടായത്. പക്ഷേ നേന്ത്രപ്പഴത്തിലുള്ള പോഷകങ്ങൾ എവിടെ ഇല്ല? മൈസൂർ പഴത്തിലില്ല അല്ലെ? നേന്ത്രപ്പഴം തിന്ന വെയിറ്റ് കൂടുന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൈസൂർ പഴം തിന്നാൽ നമ്മൾ പറയാറുള്ളത് കഫക്കെട്ട് ഉണ്ടാകും എന്നാ പറയാറുള്ളത്. പക്ഷെ പ്രകൃതിയുടെ ഡോക്ടർമാർ പറയാറുള്ളത് ശരീരത്തിലുള്ള കഫത്ത് ഇളക്കിക്കളയാന്നാ പറയാറുള്ളത്. അത് ഏതാണെന്നുള്ളത് വേറെ കണ്ടെത്തണം. അപ്പൊ ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെ പല ഐറ്റം പഴം. ഓറഞ്ച് എടുത്തു നോക്കിയാ നമുക്ക് അത് കണ്ട് എണ്ണിത്തിട്ട അത്രയും ഐറ്റങ്ങൾ, വ്യത്യസ്ത രുചി. പക്ഷെ ഇതൊക്കെ ഒരേ ഭൂമിയിലാണ്. ഒരു വെള്ളമാണ് കൊടുത്തത്, ഒരു വളമയാണ് കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ വൈവിധ്യം നിറഞ്ഞത് എങ്ങനെ ഉണ്ടായി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? തിന്നുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ എവിടെ പറഞ്ഞ്? തിന്നുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേരി, ആയത്ത് പറഞ്ഞേരി. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്താണ്. അത് നമ്മൾ ആലോചിച്ച് വായിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ്. സൂറത്തു അബസയിലുണ്ട് ഫല്യൻദുരിൽ ഇൻസാൻ ഇലാ തആമിഹി. തിന്നണീനെ കുറിച്ച് ആലോചിക്കണം മനുഷ്യാണ്. ഫല്യൻദുരിൽ ഇൻസാൻ ഇലാ തആമിഹി അന്നാ സ്വബബിനൽ മാഅ സ്വബ്ബ. നാം അതിൽ വെള്ളം ചൊരിഞ്ഞു. മഴ ഇട്ടാതെ ഏതെങ്കിലും ഉണ്ടാവുക? നാം അതിൽ വെള്ളം ചൊരിഞ്ഞു. സുമ്മ ശഖഖ്നൽ അർള ശഖാ. പിന്നീട് ഭൂമിയെ പിളർത്തി കൊടുത്തു അല്ലെ? പുളിങ്ങാക്കുരു ഒക്കെ ഇപ്പൊ നല്ല പോഷകമുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് വറുത്ത് പൊടിച്ചാൽ ഭയങ്കര പോഷകമാണ്. പണ്ടൊക്കെ പുളിങ്ങാക്കുരു എന്ത് ചെയ്തിരുന്നു? വറുത്ത് തിന്നിന്, വറക്കാതെയൊക്കെ തിന്നിരുന്നു. പിന്നെ എങ്ങനെ നമ്മളിങ്ങനെ കുറച്ചും കൂടി മോഡേൺ ആയപ്പോഴൊക്കെ മാറ്റി. ഇപ്പൊ പറയുന്നത് ഏറ്റവും പോഷകമുള്ളതാണ് തിന്നാ. ചായക്ക് പകരം വേണമെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കുക. കാരക്കക്കുരു. അപ്പൊ നോക്ക് നിങ്ങൾ, ആ പുളിങ്ങാക്കുരു നമ്മളിങ്ങനെ മീനിൽ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ പുയിങ്ങിട്ട് അത് വടക്കേ കുപ്പിക്കാണ്ട് എറിഞ്ഞു അല്ലെ? പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആ പുളിങ്ങാക്കുരു ഇങ്ങനെ മുളച്ചു വന്നു. അതിന്റെ ആ പരിപ്പിന് ഒരു തകരാറും പറ്റിയിട്ടില്ലല്ലോ. ഭൂമിയിൽ നിന്നാണ് അത് വന്നത്. ആരാണ് ആ ഉറച്ച ഭൂമിയെ ആ തളിരിലക്ക് ഒരു കേട് പോലും പറ്റാതെ, ഒരു വര പോലും വീണില്ലേ ഇത് പിളർത്തി കൊടുത്തത്? ഭൂമി അല്ലെ? അണ്ടിപ്പുക്രു എന്നല്ല പറയാറുള്ളത് അണ്ടിപ്പരിപ്പിന് അല്ലെ? അത് മുളച്ചാൽ നമ്മൾ പോയിട്ട് അതിന്റെ ആ പരിപ്പ് എടുത്തുകാണ്ട് എന്ത് ചെയ്യും? കഴിച്ചിരുന്നു അല്ലെ? അത് ഒരു കുഴപ്പം ഉണ്ടാവില്ല ആ തളിരക്ക്. ആര്? അല്ലാഹ് പറയാ സുമ്മ മഴ വർഷിച്ചു. മാത്രല്ല സുമ്മ ശഖഖ്നൽ അർള ശഖാ. പിന്നീട് നാം ഭൂമിയെ പിളർത്തി കൊടുത്തു. എന്നിട്ടോ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബ വഖദ്ബൻ വസൈതൂന വനഖ്ലൻ വഹദായിക ഉൽബ വഫാകിഹതൻ വഅബ്ബ. ഈ 8 ഐറ്റം പറഞ്ഞു. അവസാനം പറഞ്ഞത് പുല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 7-ാം നൂറ്റാണ്ടിലൊക്കെ പുല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് പുൽകൃഷി ഏറ്റവും വലിയൊരു കൃഷിയാണ്. പുല്ല് 8 ഐറ്റം ഇനങ്ങൾ പറഞ്ഞു അവിടെ. പഴങ്ങള്, അതുപോലെ എണ്ണകള്, പച്ചക്കറികള്, ഇലക്കറികള്, അതുപോലെ തന്നെ വേറെ ഈത്തപ്പഴം പോലുള്ള പഴങ്ങളൊക്കെ. ആരാ ഉണ്ടാക്കിയത്? ആലോചിക്കണം. മനുഷ്യൻ തിന്നണീനെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ ആലോചിക്കണം. ഞാൻ പാല് വാർന്നതാണെങ്കിൽ അതിലേറെ ആലോചിക്കണം. ആ ചായ എവിടുന്നാ ഉണ്ടായത്? ചായപ്പൊടി അല്ലെ? അതിലുള്ള പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര അത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? പാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാലിനെ കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നഹ്ൽ എടുത്തു നോക്കിയാൽ കാണാം, രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്ന് ലബനൻ ഖാലിസൻ എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മിൻ ബൈനി ദമിൻ വഫർസിൻ. രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ശുദ്ധമായ പാല് വരുന്നത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ പാല് വാർന്നിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ രക്തത്തിന്റെയും കാഷ്ടത്തിന്റെയും ഇടയിൽ നിന്ന് രണ്ടും കലരാതെ ശുദ്ധമായ പാല്. അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങൾ, ആ വെള്ളം എവിടെ നിന്ന് ലഭിച്ചു? അപ്പൊ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ
ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമി. അള്ളാഹിനെ ഓർക്കണം, അള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ആ റഹ്മത്തിനെ കുറിച്ച് ആലോചിക്കണം. ആ അള്ളാഹിന്റെ കലാമാണ് കൂട്ടരേത്. എന്നിട്ട് നിങ്ങളത് വായിച്ചോ, നമ്മളത് പഠിച്ചോ, നമ്മളത് പകർത്തിയോ, നമ്മൾ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്തോ? ഇതാണ് അള്ളാഹ് നിരന്തരം ചോദിക്കുന്നത്. ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുമ്പോ മുമ്പിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ഇവന്റെ കലാമാണ് ഖുർആൻ. പോരാ, ഇനി ആലോചിച്ച് നോക്ക്. യോഷിൽ ലൈലൻ നഹാർ, രാവ് പകലിന് എന്ത് ചെയ്യുന്നു? മൂടുന്നു. അല്ലെ? യോഷിൽ ലൈലൻ നഹാർ, രാവ് പകലിനെ മൂടുന്നു. നമ്മക്ക് എന്തില്ലേ? നേരം പൊളുക്കണ്, വൈകുന്നേരമാകണ്. അല്ലെ? നേരം പൊളുത്ത് ചായ, പിന്നെ 10 മണിക്ക് കഞ്ഞി, പിന്നെ ഉച്ചക്ക് ചോറ്, വൈകുന്നേരം കാലിച്ചായും ചെറിയൊരു കടി, പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലും 5 നേരം മൃഷ്ടാന്ന ഭോജനം. ഇവരാണെങ്കിൽ അതിനിങ്ങനെ അതന്നെയാണ് അടിച്ചേരുക, തുടക്കുക, പാത്രം മൂറുക, അടുപ്പത്ത് ഇങ്ങനെ നിൽക്കുക തന്നെയാണ് പണി. നേരം പൊളുക്കണ്, വൈകുന്നേരമാണ്. നമ്മളും അങ്ങനെ തന്നെ. സുബൈക്ക് പിന്നാണ്ട് ഇറങ്ങി, അല്ലെ? നേരം വൈകുന്നേരമായി, പിന്നെ രാത്രിയായി, നേരം പൊളുക്കണ്, വൈകുന്നേരമാകണ്. ഇതല്ലാതെ ആരാണ് രാത്രി കൊണ്ട് പകലിനെ പൊതിഞ്ഞത്? പകലോൻ അസ്തമിച്ചപ്പോൾ, അഥവാ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ ഏരിയയിൽ നിന്ന് സൂര്യൻ സഞ്ചരിച്ച് അപ്പുറത്തെത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? രാത്രിയായി വന്നു. അഥവാ സൂര്യന്റെ സഞ്ചാരത്തെ കുറിക്കുന്നു. രാവ് പകലിനെ പൊതിയുന്നു. അപ്പം രാത്രിയും പകലൊക്കെ നഫീ ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ യുലിൽ അൽബാബ്, തീർച്ചയായും ബുദ്ധിയുള്ളവർക്ക് എന്തുണ്ട്? തെളിവുണ്ട്. ഇവിടെ ഒരു ബൈക്ക് കൊണ്ട് റോട്ടിൽ ബൈക്കാരൻ വന്നുകാണ്ട് ഓര് അങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് പടിഞ്ഞാട്ട് വണ്ടി ഓടുകയാണെങ്കിൽ ഭയങ്കര അത്ഭുതം എന്നറിയില്ലേ? നമ്മള് ആലോചിച്ച് നോക്കിയാട്ടെ, അല്ലെ? അതിന്റെ അടിയിൽ റോട്ടുമ്പോൾ ഇട്ടുകൊടുത്ത പൈസ ഒന്ന് ആവോണ്ട് എടുക്കണ്ടെങ്കിലോ ഭയങ്കര മരണക്കിണറൊക്കെ കണ്ടാൽ അത്ഭുതമാണ്. പക്ഷെ രാവും പകലും മാറി വരുന്നു. അതിൽ വലിയ തെളിവുണ്ട്. അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കാനുള്ള ഇത് എന്നും ആസ്വദിക്കുന്നവരാണ് നമ്മൾ. എന്നും ഈ അനുഗ്രഹം ആസ്വദിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ബന്ധം എന്താണ്? അതാണ് അള്ളാഹ് നിരന്തരം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് പകലിനെ രാവ് കൊണ്ടുപോയി. ഇന്നഫിദാലിക്ക, തീർച്ചയായിട്ടും ഇതിലുണ്ട് എല്ലാ ആയാത്തിൻ തെളിവുകളുണ്ട്. എന്താ തെളിവ് എന്ന് പറഞ്ഞാൽ വെറും ഒരു തെളിവല്ല, അള്ളാഹുവിന്റെ മഹത്വത്തെ, കഴിവിനെ, കുദറത്തിനെ, അളുമത്തിനെ അറിയിക്കുന്ന കഴിവ്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ അറിയിക്കുന്ന തെളിവ്, അള്ളാഹുവിന്റെ അസാബിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന തെളിവുണ്ട്. ആർക്ക്? ലിഖൗമിയതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്. ചിന്തിക്കണം, അല്ലെ? വിമാനം പോകുമ്പോ നോക്കി നമ്മള്, പോയിട്ടോ, മേഘത്തിന്റെ ഉള്ളിൽ പോയി, അല്ലെ? ഇത്രേ ഉള്ളൂ. വിമാനം അതൊക്കെ വിമാനം പോണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു കുട്ടിക്കില്ലേ? അതിന്റെ അപ്പുറം ഈ വിമാനത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ അന്തരീക്ഷത്തെ, ആകാശത്തെ ആരാ സംവിധാനിച്ചത്? ചിന്തിക്കണ്ടേ? ആലോചിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? അന്തല്ലോ വിമാനത്തിൽ കയറുമോ? ആലോചിക്കുക. അതിന് പൊരുത്തപ്പെട്ട് മൂടാത്തേക്കാരാ. അന്നും വേണ്ട. ഇപ്പൊ ഗുജറാത്തിലല്ല അടുത്ത കാലത്ത് ഒരു വിമാന ദുരന്തം ഉണ്ടായത്. പൈലറ്റ് കരുതി കൂട്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്, അയാൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കോക്ക്പിറ്റിൽ ഇരിക്കുന്ന പൈലറ്റിന് ചെറിയൊരു മയക്കം വന്നാൽ എന്ത് ചെയ്യും? കുറച്ച് സമയത്തേക്കൊക്കെ ഇത് പോകുള്ളൂ. ലാൻഡ് ചെയ്യുമ്പം ടയർ നിർത്തേണ്ടത് ആ ഉള്ളോട്ട് തന്നെ വലിച്ച കഴിഞ്ഞു കഥ. എവിടെക്കൂടെ അത് പോണേ? മിക്കവാറും കടലിന്റെ മുകളിൽ കൂടെയാണ് പോണത്. അങ്ങാണ്ട് കീഴ്പ്പെട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ആരാണ് ആ സംവിധാനം, ആ ടെക്നോളജി മനുഷ്യന് പിന്നെ പഠിപ്പിച്ചു കൊടുത്തത്? ആലോചിച്ച് നോക്ക് നിങ്ങൾ, അല്ലെ? പറവകൾ പാറുന്നത് കണ്ടിട്ടില്ലേ? കാക്ക പരുന്തിനെ കൊത്തുന്ന, പരുന്തായിട്ട് മല്ലിടുന്ന ഏക പക്ഷിയുള്ളത് കാക്കയാണിതാ. പക്ഷെ കാക്ക കൊത്താൻ വരുമ്പോ എതിർക്കാൻ നിൽക്കൂല പരുന്തുന്ന. പരുന്ത് അങ്ങനെ ഉയർന്നു പോകും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാക്കക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഉയരാൻ പറ്റൂല. ഉയരാൻ പറ്റാതെ കീഴ്പ്പെട്ട് ഒരൊറ്റ ഊളിയിടലാണ്. ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. 36 കിലോമീറ്റർ അകലത്തിൽ ആ ചെറിയ കോഴിക്കുട്ടിയെ പരുന്ത് കാണുന്ന 36 കിലോമീറ്റർ അകലത്തിന്. അപ്പൊ അതിന്റെ കാഴ്ച ശക്തി എത്ര ആലോചിച്ച് നോക്കിയട്ടെ. എന്നിട്ട് കൃത്യമായിട്ട് വന്നിട്ട് റാഞ്ചി കൊണ്ടുപോകും. അപ്പൊ ആരാ അതിനൊക്കെ സൃഷ്ടിച്ചത്?
അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ഇതൊക്കെ അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിക്കണം. അതിലൊക്കെ ആയത്തുകളുണ്ട്. കൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് തെളിവുണ്ട്. അപ്പൊ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കലുണ്ടല്ലേ, നമ്മൾ ചിന്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാറില്ല. അള്ളാഹുവിന്റെ കഴിവോ അള്ളാഹുവിന്റെ മഹത്വമോ അള്ളാഹുവിന്റെ കുദറത്തോ അലുമത്തോ അള്ളാഹുവിന്റെ റഹ്മത്തോ എനിക്കതിൽ നിന്ന് ലഭിച്ച അള്ളാഹുവിന്റെ ഫളില്, ഇതിനെ കുറിച്ചൊന്നും പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല അല്ലെ. നമ്മളിങ്ങനെ നോക്കി അതിൽ നിൽക്കണ തേക്കും കുറ്റിയെ തീക്കാക്കാൻ പറ്റുമോ പറ്റൂലേ അല്ലെ. നോക്കുമ്പോ കുറ്റിയൊന്നാണ്ട് അപ്പുറത്തേക്ക് മേടിയാ ചിലപ്പോ തീക്ക് ആയി കിട്ടുമോ കിട്ടൂലേ. ഇമാതിരിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ചിന്തിക്കാറുള്ളത്. രാവിലെ കഴിച്ചത് ഇനി 10 മണിക്കൊക്കെ എന്താണ്, ഉച്ചക്കൊക്കെ എന്താണ്, വൈകുന്നേരത്തിന് എന്താണ് ഇല്ലേ, അതുപോലെ തന്നെ വൈകുന്നേരത്തെ രാത്രിക്കൊക്കെ എന്താണ്, മരുന്ന് കുടിക്കണ മാതിരിയാ 4 നേരം 5 നേരം അല്ലെ, ഇതിനെന്താണ്, ഇതൊക്കെ നമ്മൾ എന്താ ആലോചിക്കാറുണ്ട്. പക്ഷെ ഈ വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുന്ന ഈ സാധനം ആരാണ് ഈ ഭൂമിയിൽ ഈ രീതിയിൽ സംവിധാനിച്ചു തന്നത്? ആ അള്ളാഹുവിനെ ഓർക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? ആ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാറുണ്ടോ? കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ടോ? പറയണമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ തിരക്കിൽ നമ്മൾ എന്ത് ചെയ്യാറാ, മറന്നുപോകാറാ. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ഇതിൽ തെളിവുണ്ട്. വഫില്ലർളി, ഇനി ഭൂമിയിലുണ്ട് കിതഉൻ, ഖണ്ഡങ്ങളുണ്ട്. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഭാഗങ്ങൾ. മുത്തജാവിറാത്തുൻ, ചേർന്ന് കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നല്ല ചരലാണെങ്കിൽ അപ്പുറത്ത് നല്ല പൂഴിയേക്കാരം. ഇവിടെ കറുത്ത മണ്ണാണെങ്കിൽ ചോപ്പായിരിക്കും. സൂറത്ത് ഫാത്തിറിൽ കാണാം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, നിറങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചത്. സൂറത്ത് ഫാത്തിറിലെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്നമാ യഖ്ഷല്ലാമിൻ ഇബാദിഹി അൽ ഉലമാ എന്ന് പറഞ്ഞത്. 27-ാമത്തെ ആയത്ത് സൂറത്ത് ഫാത്തിറില്. അലം തറ അന്നല്ലാഹു അൻസല മിനസ് സമാഇ മാ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഫഖറജ്ന ബി സമറാത്തി മുഖ്തലിഫൻ അൽവാനുഹ, വ്യത്യസ്ത കളറുള്ള പഴങ്ങളെ അള്ള ഉൽപ്പാദിപ്പിച്ചതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? വമിനൽ ജിബാലി, പർവ്വതങ്ങളിലുണ്ട്, ജുദദുൻ ബീളും, വെള്ള വഴികളുണ്ട്, വഹുംറുൻ, ചുകന്നതുണ്ട്. അവൻ ചുകന്ന മണ്ണ്, ചെകിടി, വെള്ള മണ്ണ്, നല്ല കറുത്ത മണ്ണ്. അപ്പൊ ആരിത് സംവിധാനിച്ചു? ഇത് ഇന്റെ തൊടുവിലെ മണ്ണ് നല്ല കറുത്ത മണ്ണാട്ടോ, അല്ല ഫലഭൂഷ്ടില്ല. ഇന്റത് ചരലാണൊക്കെ, അതാണ്ട് കൊത്തിയാലും കളച്ചാലും പറ്റൂല, തെങ്ങിന് വളമട്ടാലാണ്ട് കാണൂല എന്ന് പറയും അല്ലെ. മറ്റോ പറയും ഇന്റത് നല്ല പൂഴിയാണ്, പക്ഷെ കുഴപ്പമില്ല എന്നാലും അല്ലെ. മറ്റോ പറയും ചെകിടിയാണ് എന്ന് പറയും. അടി കിണറുത്തി അടി മുഴുവൻ ചെകിടിയാണ്, പാറയാണ്, വെട്ടലാണ് അല്ലെ. ആരാ അത് സംവിധാനിച്ചേ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കളറ് കൊടുത്താരാ? എന്നിട്ട് അവിടെ കളറിനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞു മുഖ്തലിഫ് അറാബി സൂദ്, കാക്കക്കറുപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മിനന്നാസി, മനുഷ്യരിലുണ്ട്, ദവാബ്, ജീവജാലങ്ങളിലുണ്ട്, അന്നാമ്, നാക്കാലികളിലുണ്ട്, മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത നിറങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹ് അവിടെ പറഞ്ഞു എന്താ അറിയോ? കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, ഇപ്രകാരം അള്ളാഹുവിനെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ്. അറിവുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ചിന്തയും ബുദ്ധിയും എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം, ചിന്തിക്കണം അല്ലെ. കല്ലുകൾ തന്നെ എടുത്തു നോക്ക് നിങ്ങൾ, എത്ര തര കല്ലുകൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന. മുത്തും പവിഴല്ല, ആഭരണത്തിന്മേലുള്ള കല്ലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഈ ഭൂമിയിൽ തന്നെ കാണുന്ന കല്ല്. പണ്ടൊക്കെ ചുമര് തേക്കൽ എന്തുകൊണ്ടാ? മുമ്പ് മണ്ണോണ്ടാണല്ലേ. ആ മണ്ണോട് ആ നല്ല ചുവന്ന കല്ല് പൊറുക്കിക്കൊണ്ടിരും, കേട്ടോ. അത് ഇടിച്ച്, അതുകൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ വൈറ്റ് വാഷ് ചെയ്യണതിന് പകരം തേക്കാറുണ്ടായിരുന്നവന്മാര്. അപ്പൊ നോക്ക് ആ കളറ്. ആരാണ് ഈ സംവിധാനം ചെയ്തത്? ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. വഫിൽ അർളി കിതാഉൻ മുതജാവിർ വജന്നാത്ത്, തോട്ടങ്ങളുണ്ട്. എന്തിന്റെ തോട്ടങ്ങളുണ്ട്? മിൻ അഅ്നാബിൻ, മുന്തിരിയുടെ, വസർഉൻ, കൃഷിയുണ്ട്, വനഖീലുൻ, ഈത്തപ്പനയുണ്ട്, സിൻവാനുൻ വഗൈറു സിൻവാൻ, സിൻവാനുൻ വഗൈറു സിൻവാൻ, ഇണപ്പുള്ളതുമുണ്ട് ഇണപ്പില്ലാത്തവയുമുണ്ട് അല്ലെ. ഒരു മുരടിൽ നിന്ന് തന്നെ ഒരുപാടെണ്ണം, ചിലപ്പോ ഈന്തൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു മുരട്ടിന്ന് അല്ലെ, ഒരുപാടെണ്ണം. അപൂർവമായി ചിലപ്പോ തെങ്ങുന്നൊക്കെ ഉണ്ടാവാറുണ്ട്, ഇരട്ടകളായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ചില പനകളൊക്കെ കാണാം. അപ്പൊ നമ്മള്
തോപ്പുകളിലെ മുന്തിരി, അതുപോലെ തന്നെ വ്യത്യസ്ത കൃഷികള്, ഈത്തപ്പന, അത് ഒരു മുരടിൽ നിന്ന് തന്നെ ഒന്നിലധികം ഇണപ്പുണ്ടാവുന്നതുണ്ട്, തീരെ ഇണപ്പില്ലാത്തവയുമുണ്ട്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം പറഞ്ഞു, യുസ്കാബിമാഇൻ വാഹിദ്, ഒരൊറ്റ വെള്ളത്തിൽ നിന്നാണ് ഇത് കുടിപ്പിക്കപ്പെടുന്നത്. ഇതിനൊക്കെ വെള്ളം ഒന്നാണ് കൊടുക്കുന്നത്. അപ്പം എന്നാൽ പോഷകത്തിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്നു. നുഫല്ലിലു, നാം മികവ് നൽകുന്നു. അള്ളാഹു ആണ് മികവ് നൽകിയത്. അതിൽ ചിലതിന് ചിലതിനേക്കാൾ ഫിൽ ഉക്കുലി, പോഷകത്തിൽ, രുചിയിൽ, തിന്നുന്നിടത്ത്. പച്ചമുന്തിരി അല്ലെ, റോസ് മുന്തിരി, കറാച്ചി, കുരുള്ളത്, കുരില്ലാത്തത്, ആലോചിക്കട്ടെ, ഒക്കെ ടേസ്റ്റ് വ്യത്യസ്തമാണ് അല്ലെ. മുസമ്പി ഉണ്ട്, പിന്നെ അതിന്റെ മെച്ചുള്ള മറ്റിനെന്താ പറയാനുള്ളത്, ബുർത്തുകാൽ അല്ലെ. സംഗതി അതിന്റെ വേറൊരു ഇതാണ്, അറബിയാണ്. ബുർത്തുകാൽ ഉണ്ട് അല്ലെ. പിന്നെ മധുരനാരങ്ങ ഉണ്ട്, ഓറഞ്ച് ഉണ്ട് അല്ലെ. പിന്നെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വലിയ സാധനം ഏതാണ്, ആ മാതോളി ഉണ്ട് അല്ലെ. പിന്നെ കുരുള്ള ചെറുനാരങ്ങ ഉണ്ട്, കുരുല്ലാത്ത ചെറുനാരങ്ങ ഉണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഐറ്റം ഉണ്ട് അല്ലെ. വെള്ളം കലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെ ഐറ്റം, എത്ര ഐറ്റം, ഒക്കെ ഒരു വെള്ളം. എന്നാൽ അതിന്റെ പോഷകം, അതിന്റെ രുചി ഒക്കെ വ്യത്യസ്തമാണ്. ആരാണ് കൂട്ടരെ ഇതിന്റെ പിന്നില്, ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ വാങ്ങി നമ്മൾ കഴിക്കലില്ലേ അല്ലെ? വാങ്ങി കഴിക്കുമ്പോ ചിന്തിക്കാറുണ്ടോ, അഖിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, നേരത്തെ പറഞ്ഞ ഫിക്കർ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ചിന്തയെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ തെളിവുണ്ട്. ഇവിടെ അഖിൽ, ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, ഇതിലൊക്കെ തെളിവുകളുണ്ട്. എന്ത് തെളിവ്? അള്ളാഹുവിന്റെ അപാരമായ കഴിവ്, മഹത്വം. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇതൊക്കെ ചെയ്തു തരുന്ന ഈ റബ്ബിന്റെ കലാമാണ് മുമ്പിലുള്ളത്. ഗൾഫിൽ നിന്ന് വന്നപ്പോ കിട്ടിയത് അവിടെ ഉണ്ട്, ആ അലമാരിയിലുണ്ട്. അല്ലെങ്കിലും വലിയ വിലക്കുറവാണ് ഇതിന്, മറ്റുള്ള പുസ്തകങ്ങളെ പോലെയല്ല. പക്ഷെ ഇത് നമ്മളെ വീട്ടിലുണ്ടായിട്ട് നമ്മൾ വായിക്കലുണ്ടോ, നമ്മൾ പഠിക്കലുണ്ടോ, നമ്മളത് ജീവിതത്തിൽ പകർത്താറുണ്ടോ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുണ്ടോ? ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ അള്ള വെറുതെ വിടൂലേ? ഇതൊക്കെ ചെയ്തു തന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഉച്ചക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കണ ഒരാളോട് നമ്മൾ പറഞ്ഞൊരു സാധനം വായിച്ചു വരാൻ പറഞ്ഞിട്ട്, പഠിച്ചു വരാൻ പറഞ്ഞിട്ട്, അത് ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും അവന്റെ ചോറ് നമ്മൾ പിന്നെ തുടരൂലേ? എന്തെങ്കിലും പറയാത്ത തുടരൂല, ഉറപ്പാണ്. എന്നാ ഇത് മുഴുവൻ നൽകുന്ന നമ്മളുടെ റബ്ബിന്റെ കലാമ്, ആ കലാമ് കയ്യിലുണ്ടായിട്ട് നമ്മൾ എങ്ങനെ അതിനെ സമീപിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് നിന്റെ ഇമാമ് എന്ന് ചോദിക്കുമ്പോ മറുപടി പറയേണ്ടത് എന്താണ്? നിന്റെ ഷാഫി ഇമാമാണ്, അംബലിയാണ് എന്നല്ല പറയേണ്ടത്, ഇമാമി അൽ ഖുർആൻ. അത് പറയാൻ കഴിയണമെങ്കിൽ ഈ ഖുർആനായിട്ട് നമുക്ക് ബന്ധം വേണം. ആ രീതിയിൽ പരിശുദ്ധ ഖുർആനുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാഥാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമെന്നാഥാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധുക്കള്, ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, എല്ലാവരുടെയും രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ജീവിതത്തിൽ ആശ്വാസം നൽകണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. ഫാസിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, ഷർറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഫലസ്തീൻ ജനതക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും ഭരണകൂടങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ നാഥ. ചെറുത്തു നിൽക്കുന്നവർക്ക് എല്ലാവിധ കഴിവും നൽകി അവരെ നീ ശക്തിപ്പെടുത്തണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.